ഒരു സിനിമാ നടന് അത് കാണുന്ന പ്രേക്ഷകനോടാണ് പ്രതിബദ്ധത. കലാരൂപം എന്ന നിലയ്ക്ക് സമൂഹത്തിനോടാകെ ഉത്തരവാദിത്തമുണ്ട്. കലാകാരന്റെ കടമയെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ള പരിഷ്കൃത സമൂഹമാണ് കേരളം. സിനിമാ താരങ്ങളെ അന്ധമായി ആരാധിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആക്കിയ കാഴ്ചകൾ വാളയാറിനപ്പുറത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ. എന്നാൽ ഏത് സൂപ്പർ താരം വന്നാലും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മലയാളിയുടെ കണ്ണ് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അഭ്രപാളിയിലെ വർണ്ണത്തിൽ മഞ്ഞളിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളായ സിനിമാക്കാർ ആരും അവർ സിനിമാക്കാരായതിനാലല്ല തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊരാളാണ് കൊല്ലം MLA മുകേഷ്. പറഞ്ഞു വരുന്നത് സിനിമയെ രാഷ്ട്രീയത്തിന് മുകളിൽ കാണാത്ത മലയാളിയെ പറ്റിയാണ്. ആ നാട്ടിലാണ് സിനിമാ നടനും പിന്നീട് 2 തവണ ജനപ്രതിനിധിയുമായ ഒരു വ്യക്തിക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. മലയാള സിനിമയുടെ പുഴുക്കുത്തുകളെ തുടച്ചു നീക്കാൻ ഉദ്ദേശിക്കുന്ന നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും സ്വയം ഒഴിയാൻ ഇതുവരെ മുകേഷ് തയ്യാറായിട്ടില്ല. ജനങ്ങളൊരു വോട്ട് വാങ്ങുന്നതിന് മുൻപ് നടന്നതായി ആക്ഷേപിക്കപ്പെടുന്ന സംഭവമാണ്. പാർട്ടി പ്രതിരോധത്തിലല്ല എന്നാണ് കൊല്ലത്തു നിന്നുള്ള മന്ത്രി ബാലഗോപാൽ പറയുന്നത്. എന്നാൽ ഭിന്ന ശബ്ദങ്ങൾ ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. ആരോപിതനായ മുകേഷ് രാജിവെക്കണമെന്ന് കേരളത്തിലെ 100 സ്ത്രീപക്ഷ പ്രവർത്തകർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. 1 അല്ല 2 പരാതികളാണ് കൊല്ലം MLAക്കെതിരെ ഉയർന്നിരിക്കുന്നത്. പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതിക്കാരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയെടുക്കുകയാണ്. അന്വേഷണം മുറുകുമ്പോൾ ജനപ്രതിനിധിയായ മുകേഷിന്റെ കാര്യത്തിൽ ഇനിയെന്ത്, എങ്ങനെ? CPM സർക്കാരും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടി വരും. എന്താണ് ആക്ഷൻ എന്നതാണ് ചോദ്യം. മുൻ DGP അഡ്വക്കേറ്റ് T. അസഫ് അലി, മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ, കോൺഗ്രസ് പ്രതിനിധി രാജു P. നായർ, ഇടത് നിരീക്ഷകൻ M. ജയചന്ദ്രൻ എന്നിവരാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ M. ജയചന്ദ്രൻ, മുകേഷ് രാജിവെക്കണം, MLA സ്ഥാനത്തു നിന്ന് തന്നെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഇതിനകം ഒരു നിവേദനം, ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുകേഷ് ഇപ്പോൾ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന് CPM ആലോചിക്കുന്നു. പക്ഷേ ആ തീരുമാനം മുകേഷിന് വിട്ടിരിക്കുകയാണ്. മുകേഷ് ആകട്ടെ അതിൽ തീരുമാനം എടുത്തിട്ടുമില്ല. MLA സ്ഥാനത്ത് മുകേഷ് നിൽക്കട്ടെ, തുടരട്ടെ എന്ന തീരുമാനം പാർട്ടി എടുക്കുന്നത് എന്തുകൊണ്ടാകാം? ഇത് ഈ വിഷയം മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ചിലരുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച് മൊത്തത്തിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രൂപീകരിച്ചിരിക്കുന്നത്. ആ SITയുടെ അന്വേഷണം നടക്കുന്നു. അവർ ഇന്ന് പലരുടെയും മൊഴിയെടുത്തതായിട്ട് ഇപ്പോൾ തന്നെ റിപ്പോർട്ടിലും വാർത്തകൾ വരുന്നുണ്ടല്ലോ. ആ അന്വേഷണത്തിൽ അവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായാൽ എന്താണ് മുമ്പോട്ടുള്ള നടപടി എന്ന് തങ്ങൾ തീരുമാനിക്കും എന്ന് SIT പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മൊഴിയെടുപ്പിൽ കുറ്റക്കാരൻ എന്ന് തെളിയുന്ന, അവർക്ക് ബോധ്യപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന ആൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് നടപടികളോട് മുമ്പോട്ട് പോകും എന്നാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ, ഇപ്പോൾ മുകേഷിൻ്റെ കാര്യമാണല്ലോ താങ്കൾ ചോദിച്ചത്, മുകേഷിനെതിരെ അത്തരത്തിൽ മുകേഷ് ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് SITക്ക് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുകേഷിനെ പ്രതി ചേർക്കുന്ന സാഹചര്യം വന്നാൽ, അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരിക. അതല്ലാതെ ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയ പ്രേരിതമായ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കണം, ഇത്ര ഒരുപാട് വാദങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നും തെറ്റ് പറയുന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല ഇത് വരേണ്ടതെന്ന് ബാലഗോപാൽ ഇന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ, കൊല്ലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ ജെനുവിനാണോ? ഇത് ചില നടികൾ തന്നെ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ടല്ലോ. സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവർ ചിലർ പറയുന്നുണ്ട്, ഉന്നയിക്കപ്പെട്ട പല ആരോപണങ്ങളും ജെനുവിനാണോ എന്ന സംശയമുണ്ട് എന്ന് അവർ പറയുന്നത്. ഞാനല്ല കേട്ടോ, എൻ്റെ വെർഷനും അല്ല അത്. അങ്ങനെ അവർ പറയുന്നതായിട്ട് കേൾക്കുന്നു മാധ്യമങ്ങളിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ജെനുവിനിറ്റി അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം SITക്കാണുള്ളത്. ആ അന്വേഷണത്തിൽ ജെനുവിനാണ്, അതുകൊണ്ട് ഇയാൾ പ്രതി ചേർക്കപ്പെടാൻ പോവുകയാണ് എന്നാണ് നിലപാടെങ്കിൽ, അങ്ങനെ പ്രതി ചേർക്കപ്പെട്ടാൽ നിശ്ചയമായും രാജിവെക്കേണ്ടി വരും ആ ഘട്ടത്തിൽ. അതല്ലാതെ ഇപ്പോൾ കുറ്റാരോപിതനാണ് എന്നുള്ളതിന് മാത്രം രാജിവെക്കണം എന്നുള്ളത് അത് ഈ രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണ്. അതെന്തുകൊണ്ടാണ് മുന്നണിയിലെ വനിതാ നേതാക്കൾക്ക് ബോധ്യമാകാത്തത്, പാർട്ടിയിലെ വനിതാ നേതാക്കൾക്ക് ബോധ്യമാകാത്തത്? ഈ ജില്ലാ കമ്മിറ്റിയിൽ അവിടെ മേഴ്സിക്കുട്ടിയമ്മ അടക്കം എതിർപ്പ് അറിയിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. മുന്നണിയിൽ നിന്നുള്ള എതിർ ശബ്ദമായി ആനി രാജയുടെ അടക്കം പരസ്യ പ്രതികരണം വന്നു കഴിഞ്ഞു.
മുന്നണിയിൽ നിന്നുള്ള ആനി രാജ CPIയുടെ ദേശീയ നേതാവാണ്. ആനി രാജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിനെതിരെ വലിയ വിമർശനം ഉയർന്നെന്നും മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുമൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ ആ തരത്തിലുള്ള നിലപാടൊന്നും സെക്രട്ടേറിയറ്റിലുള്ളതായിട്ട് എൻ്റെ അറിവില്ല. സെക്രട്ടേറിയറ്റിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മുകേഷ് രാജിവെക്കണം എന്ന് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലും നിലപാട് സ്വീകരിച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. താങ്കൾ പേര് അടക്കം പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരാവശ്യം ഉയർന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യമേ ഞാൻ പറയുന്നു. താങ്കളുടെ ശ്രദ്ധയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? സദാചാര ലംഘനം ആരോപിക്കപ്പെടുന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയതാണ് യഥാർത്ഥ കുറ്റമായി എന്ന കടുത്ത വിമർശനം അന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് PK ഗുരുദാസിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. അത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, കോണ്ടക്സ്റ്റ് ഇപ്പോഴത്തെ കാര്യമല്ലേ പറഞ്ഞത്. സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഇപ്പം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഘട്ടത്തിൽ വരെ വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ കടുത്ത ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ആ ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം ഉയരും. മാത്രമല്ല, പാർട്ടി തനിക്കൊപ്പമില്ല എന്ന പരാതിയാണ് മുകേഷിനുള്ളതെന്നേ. അല്ല, ഇതൊക്കെ നിങ്ങൾ പറയുന്നു, വാർത്തകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഞാനും കേൾക്കുന്നുണ്ട്. എങ്ങനെ വന്നാലാണ് താങ്കളത് സത്യമാണെന്ന് സമ്മതിക്കുക? എങ്ങനെ വരണം? അല്ലെ, എന്റെ സത്യപ്രസ്താവനയ്ക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കേണ്ടതില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ എങ്ങനെ സത്യം അംഗീകരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു പ്രസക്തമായ കാര്യമല്ല. ഞാൻ പറഞ്ഞത് CPM അല്ലെങ്കിൽ LDFന് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. SIT ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. SIT FIR അവർ പ്രതി ചേർക്കും അങ്ങനെയുള്ളവരെ എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മൊഴിയെടുപ്പിന് ശേഷം അവരുടെ വിലയിരുത്തലിൽ തെളിവുകൾ അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ആൾക്കാരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു ഘട്ടം വരികയാണെങ്കിൽ മുകേഷ് അല്ല ആരാണെങ്കിലും ശരി അവർക്ക് പിന്നീട് തുടരാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണല്ലോ. അതല്ലാതെ ഇപ്പൊ കുറ്റാരോപിതനായി അതുകൊണ്ട് മാത്രം രാജിവെക്കണം എന്നുള്ള നിലപാട് CPM സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയതെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ രാജു P. നായർ, ആക്ഷൻ ഓൺ ഹേമ കമ്മിറ്റി എന്ന നിങ്ങളുടെ ഹേമ റിപ്പോർട്ട് എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന സമരത്തിൽ പോലും മുകേഷിന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. അതിന് കാരണമായി പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലായും M. വിൻസന്റെ കാര്യത്തിലായാലും ആ വിവാദങ്ങളുടെ ഘട്ടത്തിൽ അന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എടുത്ത നിലപാട് MLA സ്ഥാനം രാജിവെക്കണമോ എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തിരിച്ചങ്ങോട്ടും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നില്ല. ഇതാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കോൺഗ്രസിനും MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന അഭിപ്രായമില്ല എന്നാണോ വരുന്ന നേതാക്കൾ മറിച്ച് പറയുന്നു? അതിനു മുമ്പായിട്ട് ശ്രീ ബാലഗോപാലിന്റെ പ്രസ്താവനയിൽ നിന്ന് തുടങ്ങാം. പാർട്ടി പ്രതിരോധത്തിലല്ല. എനിക്കൊരു കാര്യം അറിയാനുള്ളത്, ഇന്നത്തെ ഈ ചർച്ചയിൽ CPMന്റെ പ്രതിനിധിയെ നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടാണോ അവർ വരാത്തത് കൊണ്ടാണോ? ഇല്ല, അവർ വരുന്നില്ല. ശരി, അപ്പൊ പാർട്ടി പ്രതിരോധത്തിലല്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ പ്രസ്താവന ഇന്നത്തെ ചർച്ച കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു ചർച്ചയിൽ വന്ന് ഇത് സംബന്ധിച്ച് പറയാൻ പോലും കഴിയാത്ത വിഷമവൃത്തത്തിലാണ് മുകേഷ് എന്നുള്ളത് കരുതിക്കും. ഇനി എൽദോസ് കുന്നപ്പള്ളിയുടെയും N. വിൻസന്റിന്റെയും കാര്യം പറഞ്ഞു. അവർ രണ്ടുപേരും നിയമ നടപടികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതവിടെ തൽക്കാലം നിൽക്കട്ടെ. പക്ഷെ മുകേഷിന്റെ കാര്യം എടുത്ത് നോക്കിയാലൊന്ന് ആലോചിച്ച് നോക്കൂ. മുകേഷ് ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം വന്ന ആരോപണങ്ങളല്ലല്ലോ. മുകേഷിനെതിരെ 2018 മീറ്റുവിന്റെ ആരോപണം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് മുകേഷിന്റെ 2 ഭാര്യമാർ മുകേഷിനെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞ പാർട്ടി തന്നെയാണല്ലോ MLA ആക്കിയതും MP ആക്കാൻ മത്സരിപ്പിക്കുകയും എല്ലാം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് മുകേഷിന്റെ കാര്യത്തിൽ CPMന്റെ ഒരു പ്രത്യേക ശ്രദ്ധ, അത് രാജി ഒന്നും അല്ല അതിനകത്തെ വിഷയം. മുകേഷിനെ കൈയൊഴിയാൻ പറ്റാത്തൊരവസ്ഥയിലും ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധതയെ CPM അംഗീകാരമായി കാണുന്ന സാഹചര്യമാണ്. ഇപ്പൊ നാട്ടിലൊരു ചൊല്ലുണ്ട്, മൃഗയ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഈ വാറുണ്ണി കയറിയ വീട് എന്നുള്ളൊരു ചൊല്ല് പറയുന്ന ഒരു ഡയലോഗുണ്ട്. വാറുണ്ണി കയറിയ വീട്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നൊരു ഇത് മുകേഷ് കയറുന്ന വീട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. പരമ്പരയായി കുറ്റകൃത്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് മുകേഷ്. അത്തരത്തിൽ പരമ്പരയായി കുറ്റകൃത്യത്തിൽ നിൽക്കുന്ന മുകേഷ് രാജിവെക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആലോചിക്കട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിയും ചിന്തിക്കട്ടെ. സ്വാഭാവികമായും അങ്ങനെ രാജിവെക്കണം എന്നുള്ളത് ഒരു സീരിയൽ ഒഫൻഡർ
എന്നുള്ള രീതിക്ക് ഒരു സീരിയൽ ക്രിമിനൽ എന്നുള്ള നിലയ്ക്ക് നിൽക്കും. ഇനി നോക്കൂ, മുകേഷിന്റെ കാര്യത്തിൽ മാത്രം നിൽക്കാൻ പറ്റുമോ? CPM വരാത്തതിന്റെ കാര്യം ഇതാണ്. ഈ രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം, ഈ ഭരണതലത്തിൽ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ട ഒരു നേതാവിന്റെ പേരുണ്ട്. അദ്ദേഹത്തിന്റെ പേര് P. ശശി എന്നാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് P. ശശി. അദ്ദേഹമാണ് ഇന്ന് കേരളത്തിലെ നിയമവ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ആൾ. ആരാ ശ്രീ P. ശശി? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CKP പത്മനാഭന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ലേഖനമല്ല, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. CKP പത്മനാഭൻ പറഞ്ഞത് എന്നെ രോഗിയാക്കിയത് ഈ പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. എന്നെ രോഗിയാക്കിയത് ഈ പാർട്ടി. എന്തായിരുന്നു കാര്യം? CKP പത്മനാഭന്റെ മകൾ P. ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനു ശേഷം CKP പത്മനാഭൻ എന്ന് പറയുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്ത് നടപടിയെടുക്കുകയും അല്ലെങ്കിൽ പാർട്ടിയിൽ മാറ്റി നിർത്തുകയും ഉൾപ്പെടെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇല്ലേ? PK ശശി എന്ന് പറഞ്ഞൊരു MLA നമുക്കറിയായിരുന്നല്ലോ. എന്തായിരുന്നു? ഒരു ഭരണ സംവിധാനം, ഒരു ആരോപണം നടന്നിട്ട് ആ ഭരണ സംവിധാനം ഒരു നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, ഈ ചൈനീസ് മോഡലിലുള്ള പാർട്ടിയുടെ അന്വേഷണം ചെയ്തിട്ട് തീവ്രതയെ സംബന്ധിച്ച് പറഞ്ഞ് നമ്മളെല്ലാവരും ചിരിച്ചയും അത്യാവശ്യം നമ്മൾ പലതവണ കേട്ടതായതുകൊണ്ട് ശ്രീ രാജു പി നായർ, മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് ഒന്ന് പറയാമോ? അല്ല, മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടത് അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിന്റെയും എടുക്കട്ടെ. നിങ്ങളുടെ പ്രതിഷേധ പരിപാടിയിൽ എന്താണ് അങ്ങനെ ഒരു വാചകമില്ലാത്തത്? സ്മൃതി, അതിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ക്രിമിനലിനെ അല്ലല്ലോ, ക്രിമിനലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉണ്ടായിട്ട്, ഇതിനു മുമ്പും 2 ഭാര്യമാർ ഉൾപ്പെടെ ആരോപണം ഉന്നയിട്ട് എന്തുകൊണ്ട് ഈ സർക്കാർ മുകേഷിനെതിരെ കേസെടുക്കുന്നില്ല? അതല്ലേ പ്രശ്നം. രാജിവെക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം. ധാർമ്മികത ഉള്ള ഒരാൾ കാണിക്കുന്ന ഘട്ടത്തിൽ കേസെടുക്കുന്നുണ്ടല്ലോ. രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കേസെടുക്കണമോ എന്നുള്ള കാര്യം SIT പരിശോധിച്ചു വരുന്നു. ഇതൊക്കെ അതിന്റെ നടപടിക്രമമായിട്ട് നടന്നു വരികയാണ്. നിങ്ങൾക്ക് ഇതിലെടുക്കുന്ന നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുമ്പോൾ അന്വേഷണം അത് ഏത് വഴിക്ക് പോകുന്നു എന്ന് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അത് തന്നെയാണല്ലോ CPM കാത്തിരിക്കുന്നത്. എന്താണ് നിങ്ങൾ തമ്മിലെ വ്യത്യാസം? എന്താണ്? അല്ല, കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞു, മുകേഷ് രാജിവെക്കണമോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ. രാജിവെക്കണമെന്നുള്ള അദ്ദേഹം തീരുമാനിക്കട്ടെ. സ്മൃതി, ഞാൻ ചോദിക്കുന്ന കാര്യം ഇത് മുകേഷിലേക്ക് മാത്രം ചുരുക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. അല്ല, ചുരുക്കണ്ട. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ ജനപ്രതിനിധി, ഇത്തരത്തിൽ ലൈംഗികാരോപണം നേരിടുന്ന ഒരു ജനപ്രതിനിധി ആ നിലയ്ക്ക് ആ കസേരയിൽ തുടരണോ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യമില്ലെന്നേ. CPM-നും ആ ചോദ്യമില്ല. നിങ്ങളും CPM തമ്മിൽ ആ കാര്യത്തിൽ എന്താണ് വ്യത്യാസം? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, നോക്കൂ. അല്ല, CPM ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലല്ലോ നോക്കേണ്ടത്. MLA എന്നുള്ള നിലയ്ക്ക്, ഒത്തിരി ഉത്തരവാദിത്തം MLA എന്ന നിലയ്ക്ക് അദ്ദേഹം തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് നേരിട്ട് കൃത്യമായ ആരോപണം ഉന്നയിക്കാനും മറുപടി പറയിക്കാനും ഒക്കെ പല വിഷയങ്ങളും നല്ല മിടുക്കുണ്ട്. പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ആ മിടുക്ക് കാണിക്കുന്നില്ല. അതെന്തുകൊണ്ട്? എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും വിൻസെന്റിന്റെ കാര്യത്തിലും കാണിച്ച നിലപാടിന് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് ആ മര്യാദ കാണിക്കുന്നു. അതാണോ ഇങ്ങോട്ടൊരു മര്യാദ? അത് പകരം നിങ്ങൾ അങ്ങോട്ടൊരു മര്യാദ? അല്ല, മര്യാദയുടെ പ്രശ്നമല്ല സ്മൃതി, മര്യാദയുടെ പ്രശ്നമല്ല. സ്മൃതിക്ക് ഇത് രാജി എന്നുള്ള ഒറ്റ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ അത് മാത്രമല്ല വിഷയം. ഈ രാജി എന്നുള്ളതിനപ്പുറം ഇപ്പുറത്ത് നടക്കുന്ന സ്ത്രീവിരുദ്ധതയെ സംരക്ഷിക്കുന്ന CPM-ന്റെയും സർക്കാരിന്റെയും നിലപാടാണ്. അതെങ്ങനെയാണ് സമർത്ഥിക്കുന്നത് ശ്രീ രാജു പി നായർ? ശ്രീ രാജു പി നായർ അതെങ്ങനെയാണ് സമർത്ഥിക്കുന്നത് എന്ന് പറയാമോ? കാരണം ഇപ്പോൾ SIT രൂപീകരിച്ചിരിക്കുന്നു. SIT രൂപീകരിച്ചിട്ട് ഇന്നിപ്പോൾ മൊഴിയെടുക്കൽ ഇവിടെ കൊച്ചിയിലും നടന്നു, അങ്ങ് തിരുവനന്തപുരത്തും നടന്നു. അതിന്മേൽ ഇനി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കും. 16 പേരുടെ പരാതിയാണ് കയ്യിൽ കിട്ടിയതെന്നാണ് അപ്പോൾ DGP പറയുന്നത്. അപ്പോൾ ആ പരാതികളിന്മേൽ മൊഴിയെടുക്കലും അതിന്റെ തുടർ നടപടികളും ഉണ്ടാകും. അത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരാതി എന്താണ്? അല്ല, അത് നടപടി എടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇത് മുകേഷിലേക്ക് മാത്രം ചുരുക്കുന്നതാണ് പ്രശ്നം. എവിടെ ചുരുക്കി? ഒരു സ്ത്രീ സമൂഹം മുഴുവൻ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ സർക്കാർ എവിടെ സംരക്ഷണം? ഒരു സെക്കൻഡ് സ്മൃതി,
സ്മൃതി ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അന്വേഷണം? അല്ല. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അന്വേഷണം നടക്കുന്നത്. സർക്കാർ ആദ്യം തുടങ്ങിയെടുത്ത് നിൽക്കുകയാണ്. പരാതി ലഭിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷണം നടത്താം എന്നുള്ളതിലേക്ക് നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ വരുന്നില്ല. ഇവിടെ പരാതികൾക്ക് വേണ്ടി പായുന്ന ഈ സർക്കാർ, ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള ബാക്കിയുള്ളവർ മുഴുവൻ അനുഭവിക്കുന്ന ഈ സമൂഹത്തിന് ഈ സ്ത്രീ വിരുദ്ധതയ്ക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ്. ആർക്കൊക്കെയോ സംരക്ഷണം ഒരുക്കുകയാണ്. എന്തുകൊണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എഡിറ്റ് ചെയ്ത് പുറത്തുവിട്ടു? പത്തനാപുരത്ത് എഡിറ്റ് ചെയ്ത് എന്തുകൊണ്ട് പുറത്തുവിട്ടു? കൊല്ലത്തും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ റിപ്പോർട്ടിന്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയാതെ നിൽക്കുന്നത്. ഇപ്പൊ മുകേഷിനെതിരെ ഏറ്റവും വ്യക്തമായ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആക്ട് ചെയ്യേണ്ടി വരുന്നു. ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഇല്ലേ, എല്ലായിടത്തും ഇതിനെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയെല്ലാം CPM എടുക്കുന്ന നിലപാടെന്താ? CPMന്റെ പാർട്ടിക്കകത്തുള്ള സ്ത്രീ വിരുദ്ധത എങ്ങനെയാണ് CPM കൈകാര്യം ചെയ്യുന്നത്? അവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലൊരു നിലപാടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം CPMന്റെ ധാർമ്മികതയാണ്, സർക്കാരിന്റെ ധാർമ്മികതയാണ്. ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് കൊടുക്കേണ്ട നീതി ഞങ്ങൾ കൊടുക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന സർക്കാരിന് എവിടെയൊക്കെയാണ് അതിനകത്ത് വെട്ടിത്തിരുത്തുകൾ നടത്തുന്നത്? എവിടെയൊക്കെയാണ് അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത്? ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ പോലും ഹേമ കമ്മിറ്റി എന്നൊരു വാക്കുപോലും മിണ്ടുന്നില്ല. ഇത്രമാത്രം ജാഗ്രതയോടുകൂടി ആരെയാണ് സർക്കാരിന് സംരക്ഷിക്കേണ്ടത്? സ്ത്രീ പീഡകരെ. ആ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന, രാത്രി കതകിൽ വന്ന് പെണ്ണുങ്ങളുടെ റൂമിന്റെ കതകിൽ വന്ന് മുട്ടുന്നവരുടെ സർക്കാരാണ് പിണറായിയുടെ സർക്കാർ. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇന്ന് CPMന്റെ ഒരു ചർച്ചയിൽ പോലും വന്ന് അവരുടെ ന്യായം വാദിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. ആരോപണ വിധേയനായ CPM MLA രാജിവെക്കണമോ എന്ന ചോദ്യത്തിന് ആ ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ടി ആസഫ് അലി, ഇപ്പോൾ പോലീസ് ആക്ട് പ്രകാരമല്ല പ്രത്യേക സംഘത്തിന്റെ രൂപീകരണം എന്നൊരു വാർത്തയുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പോലീസ് ആക്ട് പ്രകാരമല്ല എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് വഴിയാണ് ഈ 7 അംഗ സംഘത്തെ നിയോഗിച്ചതെന്ന് അറിയുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ ആ ഓർഡർ മാധ്യമപ്രവർത്തകർക്ക് കിട്ടും. ഓർഡർ എന്തുകൊണ്ടായിരിക്കാം രഹസ്യമാക്കി വെക്കുന്നത്? 25 ഓർഡർ ഇറങ്ങി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ടീം അംഗങ്ങൾക്ക് മാത്രം കാണുന്ന രൂപത്തിൽ അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയ്ക്കൊക്കെ രഹസ്യാത്മകത SIT ടീമിന്റെ കാര്യത്തിൽ ഉണ്ടോ ശ്രീ ആസഫ് അലി? ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഇതാണ്. നമ്മൾ ഈ ചർച്ചയിലും പറയുന്നു SIT രൂപീകരിച്ചു. വാട്ട് ഈസ് SIT? ഒരു ക്രൈം നടന്നു എന്ന വിവരം ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ എന്താ പോലീസ് ചെയ്യേണ്ടത്? ക്രൈം നടന്നു എന്ന് സംശയമുണ്ടായാൽ മതി. നമ്മുടെ പഴയ CRPCയിലാണെങ്കിലും പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലാണെങ്കിലും ഒരു 176 വകുപ്പുണ്ട്. അതിൽ പറയുന്നത് ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റ് രീതിയിലോ ഒരു കുറ്റകൃത്യം നടന്നതായി സംശയമുണ്ടായാൽ പോലീസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകി കേസ് അന്വേഷണം ആരംഭിക്കണമെന്നാണ്. ഇന്ന് ഞാൻ പത്രത്തിലും ചാനലിലെല്ലാം വിവരം കിട്ടി. SIT ഒരു അജിതാ ബീഗം, അവർക്കാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത്. ഈ SIT അല്ല. അവർക്ക് കേസന്വേഷണത്തിൻ്റെ യാതൊരു അധികാരവുമില്ല. കേസന്വേഷണം വരണമെങ്കിൽ ഒരു FIR വേണം. FIR രജിസ്റ്റർ ചെയ്യാൻ SITക്ക് അധികാരമില്ല. ഇന്നൊരു സംഭവമുണ്ടായി. ഹൈക്കോടതിയിലെ ഒരു വനിതാ അഭിഭാഷക സെറീന ജോർജ്, അവർ വളരെ ഒരു നല്ലൊരു ആക്ടിവിസ്റ്റാണ്. അവരിന്ന് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ അവരക്കമിട്ട് ആ പരാതിയുടെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. അവർ പറഞ്ഞു, ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുകയാണ്, ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. ഹേമ കമ്മിറ്റിയിലെ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന 2 വാക്ക് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. ഓൺ അനലൈസിങ് ഓഫ് ദി എവിഡൻസ് ബിഫോർ അസ്, 96ാമത്തെ പാരഗ്രാഫാണ്. വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ഈവൻ ഫ്രം വെരി നോൺ പീപ്പിൾ ഇൻ ഫിലിം ഇൻഡസ്ട്രി എന്ന്. എന്നിട്ട് അവർ വേറൊരു കാര്യം കൂടി പറയുന്നു, കുറ്റകൃത്യം നടന്നു എന്നതിൻ്റെ തെളിവായിട്ട്
114 ഖണ്ഡിക. Even though evidence before us discloses several sexual acts which are committed against women in cinema mostly constitute various offences under IPC and also under definition of sexual harassment of women at a workplace Prevention Prohibition Act. അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരു പ്രമുഖ വ്യക്തി ചെയർപേഴ്സണായ ഒരു കമ്മിറ്റി കുറ്റകൃത്യം നടന്നതായി തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ കയ്യിൽ തെളിവുണ്ട്, ഇലക്ട്രോണിക്സ് തെളിവുണ്ട്, വാമൊഴിയുണ്ട്, രേഖാപരമായ തെളിവുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് സെറീന ജോർജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷക ഇന്ന് പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അവരെന്താ ചെയ്തെന്നറിയോ? അവർ FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. അവർ SITക്കായി, വാട്ട് ഈസ് ദിസ് ബിസിനസ് ടു സെൻഡ് ഇറ്റ് SIT? FIR രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള ഒരു അതോറിറ്റി FIR രജിസ്റ്റർ ചെയ്യാൻ അധികാരമില്ലാത്ത SITക്ക് അയച്ചു. SIT പോലീസ് ആക്ട് പ്രകാരമല്ല. എന്താ കാരണം എന്നറിയോ? പോലീസ് ആക്ട് പ്രകാരമുള്ള SIT രൂപീകരിക്കണമെങ്കിൽ അതിലൊരു FIR രജിസ്റ്റർ ചെയ്ത കേസ് മാത്രമേ അങ്ങനെ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ വെല്ലുവിളിക്കുന്നു നമ്മൾ DGPയെ, പോലീസിൻ്റെ ആളുകളെ. ഈ SITക്ക് ഒരാളെ CRPC 160, അതായത് ഇപ്പോഴത്തെ അതാണെങ്കിൽ 117 അനുസരിച്ച് ഒരു സാക്ഷിയെ വിളിച്ചു വരുത്താൻ പറ്റുമോ? വിളിച്ചു വരുത്താൻ പറ്റൂല. 161 CRPC പഴയത്, ഇപ്പോഴത്തെ 180 BNSS. അവർക്ക് ഒരു സാക്ഷിയെ ചോദ്യം ചെയ്ത് മൊഴി റെക്കോർഡാക്കാൻ പറ്റുമോ? വരുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവർ മജിസ്ട്രേറ്റിന്റെ ഒരു രഹസ്യമൊഴി റെക്കോർഡാക്കാൻ വേണ്ടി വിളിച്ചു വരുത്താൻ പറ്റുമോ? പറ്റില്ല. എവിടെയെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുമോ? സെർച്ച് ചെയ്യണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് സെർച്ച് വാറന്റ് വാങ്ങണം. അപ്പം മജിസ്ട്രേറ്റ് ചോദിക്കും ഏത് കേസിലാണ്? കേസില്ല. സാക്ഷിയെ വിളിപ്പിച്ച സാക്ഷി ചോദിക്കും ഏത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണ് വിളിപ്പിക്കുന്നത്? കേസില്ല. താങ്കൾ പറയുന്നത് പ്രകാരം FIR ഇടണം എന്നുള്ളത് പ്രാഥമികമായ കാര്യം. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിദ്ദിഖിനെതിരായ ഉയർന്ന പരാതിയിൽ, ആരോപണത്തിൽ ആ പരാതിക്കാരിയുടെ മൊഴി എടുത്ത ശേഷം ആ കേസ് പോലീസ് സ്റ്റേഷനിൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, അവിടെ പരാതി കൊടുത്ത ആ FIR രജിസ്റ്റർ ചെയ്ത മാതിരി എന്തുകൊണ്ട് ഇന്ന് കൊച്ചി കമ്മീഷണർ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഈ ഗവൺമെന്റ് പറയുന്നത് എല്ലാവരും SITക്ക് പരാതി കൊടുത്താൽ മതി. ആ നമ്പറും ആ മെയിൽ ID കൊടുത്തിരിക്കുന്നത്. മ്യൂസിയം പോലീസിന് കൊടുത്താൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം. അവിടെ ആ വനിത കൊടുത്തിരിക്കുന്ന പരാതിയിൽ FIR പരാതിയിൽ ഒഫൻസ് IPC അനുസരിച്ചുള്ള BNS അനുസരിച്ചുള്ള ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്തത് കൊണ്ട് ആ FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വരും. 2 കൊല്ലം തടവ് ശിക്ഷ, 6 കൊല്ലം മാസത്തിൽ കുറയാത്ത ശിക്ഷ വിധിക്കുന്ന കുറ്റമാണത്. ഞാൻ ചോദിക്കുന്നത്, ഈ SIT വരുന്നത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് SIT വരുന്നത്. നിങ്ങളറിയുമോ സുപ്രസിദ്ധമായ നമ്മുടെ ലളിതകുമാരി കേസ് എന്താണ്? ലളിതകുമാരി കേസ് കാറ്റിൽ പരത്തിക്കൊണ്ടാണ് SI ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തുന്നത് FIRന് മുമ്പ്. ലളിതകുമാരി കേസ് വളരെ അടിവരയിട്ട് പറഞ്ഞു 2B വകുപ്പ് പ്രകാരമല്ല ഈ സംഘത്തെ രൂപീകരിച്ചത് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അങ്ങനെ രൂപീകരിക്കണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ക്രൈം വേണം. ഞാനൊരു കാര്യം പറയാം. ഈ ലളിതകുമാരി കേസിൽ 4 കാറ്റഗറി കേസുകൾക്ക് മാത്രമേ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം പാടുള്ളൂ. അതിലൊന്ന് ദാമ്പത്തിക കുറ്റങ്ങൾ, സ്ത്രീപീഡന കുറ്റം. അത് ഇതല്ല, മറ്റേ 498A എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള തർക്കം. 2 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. അത് പഴയ ഒരു മദ്രാസിലെ കേസ് പ്രകാരം തന്നെ സുപ്രീം കോടതി പറഞ്ഞാണ് അതിനൊരു പ്രാഥമിക അന്വേഷണം വേണം. പിന്നെ മെഡിക്കൽ നെഗ്ലിജൻസ്. 4-മത്തേത് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഈ 4 കാറ്റഗറി കേസിന് മാത്രമേ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം പാടുള്ളൂ. ആ ലളിതകുമാരി കേസ് ഇന്നും ഭരണഘടന 141 വകുപ്പ് അനുസരിച്ചിട്ട് ഫലത്തിലും ബലത്തിലും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അതിനെ കാറ്റിൽ പരത്തിക്കൊണ്ടാണ് റേപ്പ് കേസ്, സ്ത്രീകളെ ലൈംഗികമായി ആക്രമിച്ച കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പോലീസ് ഒരു ടീമിനെ ഇരുത്തി അന്വേഷിപ്പിക്കുന്നത്, പ്രിലിമിനറി അന്വേഷിക്കുന്നത്. നിങ്ങൾ അറിയുമോ 2011 പോലീസ് ആക്ട്, ആ പോലീസ് ആക്ട് വരുന്നതിന് മുമ്പ് പോലീസ് ബില്ലുണ്ടായിരുന്നു. ആ ബില്ലിൽ ഒരു വകുപ്പുണ്ടായിരുന്നു FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി വേണമെന്ന്. അന്നത്തെ പ്രതിപക്ഷം അതിശക്തമായി എതിർത്തു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ
ആ വകുപ്പ് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു പരാതി കിട്ടിയാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യണം. ഇപ്പോഴേ ഒരു ചെരുപ്പിനൊത്ത് കാല് മുറുക്കിയാണ്. ഈ മുകേഷ് എന്ന് പറയുന്ന വിദ്വാന് വേണ്ടി നമ്മുടെ CRPCയും ഭരണഘടനയും എല്ലാം അട്ടിമറിച്ച്, സുപ്രീം കോടതി വിധിയും അട്ടിമറിച്ച് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി നടത്തുകയാണ്. ശരി, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് പരാജയപ്പെടും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ശ്രീ ആസഫ് അലി, താങ്കൾക്ക് ഇത് കുറച്ചുകൂടി വിശദമാക്കാം അടുത്ത ഘട്ടത്തിൽ. ഞാൻ ധന്യയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇതിലേക്ക് ധന്യ രാജേന്ദ്രൻ, ഇപ്പോൾ സർക്കാർ ഒരു SIT രൂപീകരിച്ചിരിക്കുന്നു. പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്, മൊഴിയെടുക്കലൊക്കെ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഭാഗത്തേക്ക് നോട്ടമില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നലെ സിദ്ദിഖിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആ സ്ത്രീ, അവർ അതുകൊണ്ട് തന്നെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത്. അതായത് SITയുടെ മുമ്പിൽ പോവാതെ സ്റ്റേഷനിൽ പോയി കൊടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു FIR രജിസ്റ്റർ ആകും എന്നുകൊണ്ട്. SITയുടെ മുമ്പിൽ പോയാൽ അതൊരു ആദ്യം ഒരു അന്വേഷണം, പിന്നെ അതിനുശേഷം ഒരു തീരുമാനം, പിന്നെ FIR ആകുമോ എന്ന സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, ഈ ഹേമ കമ്മിറ്റിയിലെ ഡിപ്പോസ് ചെയ്ത എല്ലാ സ്ത്രീകളോടും ജസ്റ്റിസ് ഹേമ ഈ കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കാര്യം, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യലായി വെക്കും എന്നാണ്. അതുകൊണ്ടാണ് അതിൽ പലരും, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റിയുടെ മുമ്പിൽ സംസാരിക്കാൻ തീരുമാനിച്ചത്. എനിക്കൊന്ന് ഞാൻ ഇതിനു മുമ്പ് വന്ന ലൈവിൽ ആ നോട്ടീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് WCC മെമ്പേഴ്സിനെല്ലാം ഹേമ കമ്മിറ്റി അയച്ചൊരു നോട്ടീസ് ഉണ്ട്. ആദ്യം ഒരു ക്വസ്റ്റനെയർ അയച്ചു, പിന്നീടാണ് ഒരു നോട്ടീസ് അയച്ചത്. അതിൽ കോൺഫിഡൻഷ്യൽ ആയി വെക്കാം എന്ന് പറഞ്ഞ കംപ്ലൈന്റുകളുടെ മേൽ ഇപ്പൊ FIR അങ്ങനെ സർക്കാരിന് സ്വമേധയാ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു ക്ലോസ് ഉള്ളത് കാരണം ഇവരെല്ലാവരും തന്നെ എത്രത്തോളം സഹകരിക്കുമെന്നും അറിയില്ല. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് 2018 അന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഒരു എൻവയൺമെന്റ് വേറെയായിരുന്നു. അന്ന് ലോകമെമ്പാടും മീറ്റു മൂവ്മെന്റ് നടക്കുകയായിരുന്നു. കേരളത്തിൽ ഒരു ആക്ട്രസിനെ അസോൾട്ട് ചെയ്ത ഒരു കേസ് നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ആ ഒരു എൻവയൺമെന്റിൽ നടന്ന ഒരു കമ്മിറ്റിയാണിത്. അന്ന് എല്ലാവരും ധൈര്യപൂർവ്വം പറഞ്ഞു. പക്ഷെ ഇപ്പൊ പല വർഷങ്ങൾ മുന്നോട്ട് വന്നു നമ്മൾ. അന്ന് സർക്കാർ ചോദിച്ചിരുന്നുവെങ്കിൽ കുറെ പേര് കൂടെ കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായേനെ. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എത്ര പേർ തയ്യാറാവുമെന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, നമ്മൾ മീഡിയയിലും എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്. ഞാൻ പല ഇന്റർവ്യൂസും കാണുമ്പോൾ ഇങ്ങനെ എവിടെ തൊട്ടു അല്ലെങ്കിൽ എന്ത് ചെയ്തു നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ബിഷപ്പ് ഫ്രാങ്കോ കേസിന്റെ ജഡ്ജ്മെന്റ് നമ്മുടെ മുൻപിലുള്ളതാണ്. ആ ഫ്രാങ്കോ ജഡ്ജ്മെന്റിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമല്ല പിന്നീട് പോലീസിനോട് പറഞ്ഞത് എന്നൊരു വ്യത്യാസം വെച്ചിട്ട് കൂടിയാണ് ജഡ്ജ് ബിഷപ്പ് ഫ്രാങ്കോനെ അക്വിറ്റ് ചെയ്ത പല കാരണങ്ങൾ. ഒരു കാരണം അതുകൂടിയായിരുന്നു. അപ്പൊ എനിക്ക് നമ്മൾ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു ധർമ്മം കൂടിയുണ്ട്. ആൾക്കാരോട് ഇങ്ങനെ വീണ്ടും വീണ്ടും അവരുടെ എക്സ്പീരിയൻസുകൾ റീലിവ് ചെയ്യാൻ പറയരുത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്കറിയില്ല SIT ഓഫീസിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവരോട് നിങ്ങൾക്ക് ആർക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുത്തത്, നിങ്ങൾ പേര് പറയൂ, ഇല്ലെങ്കിൽ എല്ലാ ആണുങ്ങൾക്കും എതിരാവില്ലേ? ആവില്ല, എല്ലാ ആണുങ്ങളും എതിരാവില്ലല്ലോ ആരോപണം. അപ്പൊ എനിക്ക് നമ്മളും ഈ സ്റ്റോറിയെ വ്യത്യാസമായി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിനെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പക്ഷേ ഇതൊരു മീറ്റു മൂവ്മെന്റ് തുടർച്ചയായി എനിക്കും അനുഭവം എന്ന് പറഞ്ഞ് അവർ തന്നെ ഇങ്ങോട്ട് വരികയാണല്ലോ ധന്യ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവരുടെ പിന്നാലെ പോവുകയല്ല, അവരിങ്ങോട്ട് വരുന്നു, പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ഇന്നലെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ ഈ 7 പേർക്കെതിരെ പരാതി നൽകിയ നടി നമ്മോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ അവരുടെ മുഖം മറച്ചു, കാരണം അവരുടെ പരാതി അവിടെ രജിസ്റ്റർ ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് മുഖം മറച്ചു. പക്ഷെ അവർക്ക് മുഖം മറയ്ക്കാൻ താല്പര്യമില്ല. ഞാൻ അവരെ MM എന്ന് വിളിച്ചു. പക്ഷെ അവർ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു വിളിക്കണം, എൻ്റെ മുഖം കാണിക്കണമെന്ന്. അവരങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ആ രൂപത്തിലെ പ്രതികരണങ്ങൾ, അതിലെ സത്യസന്ധത, എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. താങ്കൾ പറഞ്ഞ കാര്യം വളരെ പ്രധാനം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് അതിലൊരു പൈങ്കിളിത്തരം കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിലെ ഇന്ന ആളാണോ എന്ന രൂപത്തിൽ ഈ രൂപത്തിൽ ഇന്ന നടനെതിരെ ഉണ്ടല്ലോ എന്ന് അന്വേഷിക്കുന്ന ഒരുതരം വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമുണ്ട്. ആ രൂപത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, നമ്മൾ പോകുന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഈ പുറത്തു വരുന്ന മൊഴികളേക്കാൾ പ്രധാനം, ഏറ്റവും ഗൗരവത്തിലുള്ളത് അവിടെ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളാണല്ലോ. ആ പറയുന്ന മൊഴികൾ, ഈ ധന്യ പറഞ്ഞ ശരിയാണ്, വളരെ സൂക്ഷിച്ചും പേടിച്ചുമൊക്കെ മൊഴി കൊടുത്തവരാണ്. പക്ഷേ അവർ മൊഴി മാത്രമല്ലല്ലോ, തെളിവുകളും കൈമാറിയിട്ടുണ്ടല്ലോ. ആ തെളിവുകൾ സർക്കാരിന്റെ പക്കലുണ്ട്. അതിൽ സർക്കാർ എന്തു ചെയ്യുന്നു എന്ന ചോദ്യമില്ലേ ധന്യ?
തീർച്ചയായിട്ടും ആ ചോദ്യമുണ്ട്, അതില്ലാന്ന് ഞാൻ പറയല്ല. പിന്നെ ഇന്നലത്തെ സ്മൃതിയുടെ ഞാൻ വീഡിയോ കണ്ടിരുന്നു. സ്മൃതി ചെയ്തത് ശരി തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ ഫോർ എക്സാമ്പിൾ പഴയ സ്റ്റോറികളിൽ പോയിട്ട് ഇവരുടെയൊക്കെ പേരുകൾ റിമൂവ് ചെയ്യാണ്. എന്താ വെച്ചാൽ അവരിപ്പോ പുറത്ത് വന്നു, അല്ലെങ്കിൽ അവർ ഒരു പോലീസ് കേസ് കൊടുത്തത് കാരണം, അല്ലെങ്കിൽ വ്യക്തമായി നമുക്ക് അറിയാം ഇപ്പൊ എന്താണ് പ്രശ്നമെന്ന്. അതുകൊണ്ട് നമ്മൾ പല പഴയ സ്റ്റോറികളിൽ നിന്ന് പേരുകൾ റിഡാക്ട് ചെയ്യണം. സ്മൃതി ചെയ്തത് ശരിക്കും ശരി തന്നെയാണ്. പക്ഷേ ഇതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേജ് ആണല്ലേ. അതായത് സർക്കാർ നടപടി എടുക്കേണ്ട സമയം എടുത്തില്ല, അത് ഇത്രയും മുന്നോട്ട് പോയി. ഇനി നമ്മൾ വീണ്ടും പ്രശ്നത്തിലാക്കാൻ പോകുന്ന ഈ സ്ത്രീകളെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ സമയം ഈ FIR എടുക്കണോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്ത്രീകൾ ആരും കോപ്പറേറ്റ് ചെയ്യുമോ? ഇവർ എടുത്തിരിക്കുന്ന പേരുകൾ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇത് എത്രത്തോളം വെൽ നോൺ പീപ്പിൾ, ഈ വെൽ നോൺ പീപ്പിൾ ആരാണ്? അതായത് ഇവരുടെ പേരുകൾ പുറത്തു വന്നാൽ ഈ സ്ത്രീകളുടെ അവസരങ്ങൾ മുഴുവനായി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആൾക്കാരുടെ പേരുകളാണോ എന്ന് പോലും നമുക്കിപ്പോ വ്യക്തമായി അറിയില്ല. പക്ഷേ ധന്യ നോക്കൂ, ഈ AMMയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒന്നാകെ അങ്ങ് രാജിവെക്കുകയാണ്. ആ രാജിയുടെ കാര്യത്തിലൊക്കെ ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ രാജിവെക്കുന്നത്? ചില കാര്യങ്ങളിൽ ഉത്തരം പറയാൻ പറ്റാതെ ഒരുമിച്ചങ്ങ് രാജിവെച്ച് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ മുന്നിലെ ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, ഇന്നിപ്പോൾ എത്ര പേരാണ് നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടുന്നു. അപ്പോൾ ഇത് പുറത്ത് ആരോപണം ഉയർന്നവർക്കെതിരെയാണ്. ഇതൊരു വലിയ മാറ്റമായി, അല്ലെങ്കിൽ പേടിപ്പിച്ചവർ ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അതിലെ ശരി തെറ്റുകൾ നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ ഒരു കുറേ തെറ്റുകൾ നടന്ന സംഭവത്തിൽ നിന്നാണ് ഇങ്ങനെ ചില ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതെ, തീർച്ചയായും. എനിക്കൊന്ന് സിദ്ദിഖിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പൊ റേപ്പ് കേസ് ഫയൽ ചെയ്യപ്പെട്ടിരുന്നത്. ബാക്കി എല്ലാം തന്നെ സെക്ഷൽ ഹാരസ്മെന്റിലും സെക്ഷൽ അബ്യൂസിലൊക്കെ നിൽക്കുന്ന സെക്ഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പല സ്റ്റേറ്റ്മെന്റ്സും വായിക്കുന്നുണ്ട്. ഡെഫമേഷൻ കേസ് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താണ്, ആ രീതിയിലൊക്കെ സ്ത്രീകളെ പേടിപ്പിക്കാനും അങ്ങനെ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കേരളത്തിൽ എന്താണ് കണ്ടുവരുന്നത്? ഒരു കൂട്ടം ലോയേഴ്സ്, എനിക്കറിയുന്ന എത്രയോ പേര് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഈ സ്ത്രീകൾക്ക് പ്രോ ബോണോ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. ഫെമിനിസ്റ്റ് ലോയേഴ്സ് കളക്റ്റീവ്, അങ്ങനെ പലരും. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വളരെ പ്രസക്തമായ ഒരു മൊമെന്റ് ആണ് അല്ലെ. അതായത് മാധ്യമങ്ങൾ, അതല്ലാതെ WCC, പിന്നെ ഈ ലോയേഴ്സ്, ഈ പലരും ഒരുമിച്ച് വരികയാണ് ഈ സ്ത്രീകൾക്ക് ഒരു ശക്തി നൽകാനായി. അതായത് നിങ്ങൾ പുറത്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നാളെ അതൊരു ലീഗൽ പ്രശ്നമായാലും ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൊമെന്റിലാണ് ഈ AMM എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓടിപ്പോകുന്നത്. അതിന് വേറെ ഒരു വ്യാഖ്യാനവും ഇല്ല. അവർ കൃത്യമായി ഓടിപ്പോവുകയാണ്, ഉത്തരങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അതായത് സിദ്ദിഖിന്റെ പ്രസ് മീറ്റ് വരയ്ക്കും അവരെന്താണ് പറഞ്ഞിരുന്നത്? ഇവിടെ കാസ്റ്റിംഗ് കൗച്ച് ഇല്ല, പവർ ഗ്രൂപ്പുകൾ ഇല്ല കേരളത്തിൽ നിന്ന്. എന്താണ് 4 ദിവസത്തിൽ മാറ്റം ഉണ്ടാവാതെ? 4 ദിവസത്തിൽ ഉണ്ടായ മാറ്റം എന്താ വെച്ചാൽ അവരുടെ മെമ്പേഴ്സിനെതിരെ തന്നെ സെക്ഷൽ ഹാരസ്മെന്റ് അലിഗേഷൻസ് വരാൻ തുടങ്ങിയപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു ബോധോദയം ഉണ്ടായപ്പോഴാണ് ഈ AMMയിൽ എല്ലാവരും റിസൈൻ ചെയ്ത് പോകുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, WCC കോടതിയിൽ, ഹൈക്കോർട്ടിൽ, കേരള ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തിരുന്നു. എന്തുകൊണ്ട്? AMMയ്ക്കെതിരെ കൊടുത്ത കേസാണ്. അവരുടെ AMMയിൽ എന്തുകൊണ്ട് IC അല്ലെങ്കിൽ സെക്ഷൽ ഹാരസ്മെന്റ് കമ്മിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്ത കേസിൽ ഈ AMM കോടതിയിൽ പറഞ്ഞത് ഞങ്ങളുടെ ഒരു വർക്ക് സ്പേസ് അല്ല, ഞങ്ങൾക്ക് ഇന്റേണൽ കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തൊരു ഓർഗനൈസേഷൻ ആണ് ഇത്. ഇവർ എത്രയോ കാലങ്ങളായി ഒരു ആന്റി ഫെമിൻ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് അവർ പോണം. പക്ഷെ അവർ പോയ രീതി ശരിയായില്ല. അവര് ഉത്തരം പറയാതെയാണ് പോയത്. ശരി, ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ഇപ്പോൾ പുറത്തെ മൊഴികളിൽ, ഈ വിളിച്ചുപറയലുകളിൽ മാത്രം കേസെടുക്കുന്നു, അപ്പുറത്ത് വളരെ ഗുരുതരമായ മൊഴികൾക്കൊപ്പമുള്ള തെളിവുകളും സർക്കാരിന്റെ പക്കൽ നിൽക്കുകയാണ്. ആ തെളിവുകളിൽ എന്തു ചെയ്യുമെന്നുള്ള കാര്യം സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ SIT അതിൽ നിന്നും മാറ്റി നിർത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അത് എനിക്ക് തോന്നുന്നു ഈ കാരണം കൊണ്ട് തന്നെയാണ്. 2 കാരണം ഉണ്ടാവും. ഒന്ന് ശരി ധന്യ, ഞാൻ ഒന്ന് ശ്രീ ജയേന്ദ്രനിലേക്കാണ് ചോദ്യം. ശരി. ഓക്കെ സ്മൃതി, ഇപ്പൊ ഈ ചർച്ചയിൽ ഇപ്പോൾ ധന്യ രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ അത്യന്തം പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഈ കേസിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ പ്രോസിക്യൂഷൻ DG മുൻപ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ശ്രീ ആസിഫ് അലി, അദ്ദേഹം പ്രോസിക്യൂഷൻ DG ആയിരുന്ന ആളാണ്. പക്ഷേ ഈ 25-ാം തീയതി നമ്മുടെ മുമ്പിൽ വന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്: സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഇന്ന് 25/8/2024 വിളിച്ചു ചേർത്തു. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് IG
ശ്രീ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു. പ്രസ്തുത സ്പെഷ്യൽ ടീമിന് ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. അന്വേഷണ സംഘങ്ങളുടെ പേരുകൾ ചൂടെ എന്നിട്ട് 7 പേരുടെ പേരും പറയുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിയ പത്രക്കുറിപ്പാണ്. അതനുസരിച്ചാണ് ഈ നമ്മൾ പറയുന്ന SIT ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അവര് ആ മൊഴിയെടുക്കുന്നു, പിന്നീട് അത് വിലയിരുത്തുന്നു, എന്നിട്ട് വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്യും എന്നാണ് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ശ്രീ അഡ്വക്കേറ്റ് ആസിഫ് അലി അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ശരിയല്ല, പ്രൊസീജിയറെ തെറ്റാണ് എന്ന് പറയുന്നത്. തെറ്റായ പ്രൊസീജിയറിന് വേണ്ടി സർക്കാർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയ ശേഷം എങ്ങനെയാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുക എന്നൊരു ഓർഡർ ഇറക്കും. ആ ഓർഡർ ഇറക്കിയെന്ന് പറയുന്നു. പക്ഷെ അത് മാധ്യമങ്ങളെ കാണിക്കാതെ രഹസ്യമാക്കി വെക്കുന്നതിൽ ആണ് സംശയം വരുന്നത്. എന്തുകൊണ്ടാണ് അത് ഈ ടീം അംഗങ്ങൾക്ക് മാത്രമായി കിട്ടുന്ന രീതിയിലേക്ക് ആ ഓർഡർ മാറ്റുന്നത്? എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇതിൽ രഹസ്യാത്മകത? അല്ല, അത് ഈ കേസിലൊന്നല്ല. അതിന്റെ അങ്ങനെയല്ല. അത് ഈ കേസിലൊന്നല്ല സ്മൃതി. എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അന്വേഷിച്ച് അറിയുന്ന കാര്യമേ ഉള്ളൂ. അവർക്ക് അതിന്റെ മൊഡാലിറ്റീസ് എന്താണെന്നുള്ളത് അവർ തീരുമാനിക്കും. ഓഫീസർ DGP ആണ് അത് സർക്കുലേറ്റ് ചെയ്യുന്നത് താഴേക്ക്. കേരള പോലീസ് ആക്ട് 21(2)B വകുപ്പ് പ്രകാരമാണോ അല്ലേ എന്നുള്ള കാര്യം സർക്കാരിന് അറിയിക്കാമല്ലോ. അത് ചോദിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്നും ആരിൽ നിന്നും ആ മറുപടി ലഭിക്കുന്നില്ല. അതിലെന്തോ ഒരു രഹസ്യാത്മകതയാണ്. ഒന്നും പുറത്തേക്ക് വിടരുത് എന്ന മട്ടിൽ. എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ പറയണ്ടെന്നേ. അതിന്റെ ഒരു എങ്ങനെയാണ് ആ പ്രവർത്തന രീതി എന്ന് അറിയണ്ടേ? ഇതാദ്യം ഇപ്പോൾ ശ്രീ അസഫ് അലി ചൂണ്ടിക്കാണിച്ചതാണല്ലോ. സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണ് അതിന്റെ നടപടിക്രമം. ഇപ്പോൾ നോക്കൂ, ഇവർ മൊഴിയെടുത്ത ശേഷം പിന്നീട് അവിടെ പോയി ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഇതെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറലാണോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് രജിസ്റ്റർ ചെയ്യുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലാണോ? കൊച്ചിയിൽ എടുത്തിരിക്കുന്ന കൊച്ചിയിൽ മറ്റേ ബംഗാളി നടിയുടെ പരാതി, അതിവിടെ കൊച്ചി സിറ്റി പോലീസ് സ്റ്റേഷനിലാണല്ലോ. അവിടെ കേസ് SITക്ക് അവിടെ എടുത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം SITക്ക് കൈമാറിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറില്ല. ഒരു വ്യക്തതയില്ല. അതിലൊരു വ്യക്തത ഓർഡർ കിട്ടിയാൽ കിട്ടും. അല്ല, അതൊന്നും അല്ല. ഇതിൻ്റെ അകത്തൊന്നും അവ്യക്തതയുടെ പ്രശ്നമില്ല. പിന്നല്ലേ വ്യക്തതയുടെ കാര്യം. കാരണം സാധാരണഗതിയിൽ നമ്മളുടെ പരാതി കൊടുക്കുന്നത് കൺസേൺഡ് SHOയ്ക്കാണ്. എവിടെയാണോ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് അവിടെ SHOയ്ക്കാണ് കൊടുക്കാറുള്ളത്. അതാണ് ആ രീതിയാണ് അനുവർത്തിച്ച് വരുന്നത് ഇത്തരം കേസുകൾ. എല്ലാ കേസുകളിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ടൊരു SIT ഉണ്ടാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്, സർക്കാർ ചെയ്തത് അങ്ങനെയാണ്. അതിൻ്റെ പ്രവർത്തന പദ്ധതി എങ്ങനെയായിരിക്കണം? DGP ആണ് ഈ പറഞ്ഞ SITക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗൈഡ് ലൈൻസ് അത് കൃത്യമായിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസും തങ്ങൾക്ക് വേണം എന്ന് പറയേണ്ട കാര്യമില്ല. അത് അവരുടെ ആഭ്യന്തരമായ കാര്യമാണ്. പക്ഷേ എന്താണ് അവരുടെ നടപടി എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല. സാക്ഷിയെ വിളിക്കാൻ പറ്റില്ല, രഹസ്യമൊഴി എടുക്കാൻ പറ്റില്ല, സെർച്ച് നടത്താൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ SIT? അല്ല, ഞാൻ പറഞ്ഞില്ലേ സ്മൃതി, അത് അങ്ങനെയല്ലെന്നേ. അത് SIT തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അവർ പരാതിക്കാരിൽ നിന്ന് അവർ മൊഴിയെടുക്കും, സാക്ഷികളെ അടക്കം കാണണമെങ്കിൽ കാണും, എന്നിട്ട് അവർ വിലയിരുത്തും. തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യണമോ വേണ്ടയോ എന്ന് SIT തീരുമാനിക്കുക എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊരു വ്യക്തതയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്? ഇത്രയും കാര്യങ്ങൾ ഒരു പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അത് നമ്മുടെ മുമ്പിലുള്ളതുമാണ്. ശ്രീ അസഫ് അലി, താങ്കൾക്ക് വിശദീകരിക്കാം. അതായത് പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്യും, താങ്കൾ പറഞ്ഞതുപോലെ ആ നടപടികളിലേക്ക് കടക്കും. പക്ഷേ സാക്ഷികളെ വിളിപ്പിക്കുന്നതും തെളിവ് ശേഖരിക്കുന്നതും മൊഴിയെടുക്കുന്നതും ഒക്കെ ഈ SIT ആയിരിക്കും. അത് വേഗത്തിൽ നടപ്പാക്കിക്കൊണ്ട് വേഗം കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യമാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് അത് അങ്ങനെയല്ല എന്ന് തോന്നുന്നത്? ഹലോ ശ്രീ അസഫ് അലി, ആക്ട് പ്രകാരമുള്ള ഞാൻ താങ്കൾ പറഞ്ഞത് അസഫ് അലിയോട് ചോദിക്കുകയായിരുന്നു. ശ്രീ ജയേന്ദ്രൻ, നമ്പർ കേസുകൾ അല്ലേ? പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയാണ്, പോലീസ് ആക്ട് പ്രകാരമുള്ള വിജ്ഞാപനമാണെങ്കിൽ പറഞ്ഞോളൂ ശ്രീ അസഫ് അലി. ഞാൻ പറയട്ടെ.
പോലീസ് ആക്ട് പ്രകാരമുള്ള വിജ്ഞാപനമാണെങ്കിൽ അതിൽ പറയും ഇന്ന നമ്പർ കേസുകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ 3-4 ദിവസത്തെ പോലീസിൻ്റെയും SIT നടപടിയിൽ നിന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരി ഇവിടെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുക്കുമ്പോൾ വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് കൊടുത്തത്. ശരിയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് മൊഴി റെക്കോർഡാക്കുകയാണെങ്കിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാൻ പാടില്ല, SIT ഇരകളെ വിളിപ്പിക്കാൻ പാടില്ല. അവരുടെ വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ സോഷ്യൽ പ്രവർത്തകരായ ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു ലേഡി പോലീസ് ഓഫീസർ അതീവ രഹസ്യമായിട്ടാണ് മൊഴി റെക്കോർഡാക്കാൻ പാടുള്ളൂ. ഇതിപ്പോ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി, അത് പാടില്ലാത്തതാണ്. ഇവരെയൊക്കെ SIT വിളിച്ചു വരുത്തുന്നു, പാടില്ലാത്തതാണ്. ഈ സ്ത്രീകൾക്കെതിരെ CRPCയിലും പുതിയ BNSSലും വളരെ വ്യക്തമായി പറയുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണ കേസുകൾ അന്വേഷിക്കേണ്ടത് അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പാടില്ല. അവരെ അതീവ രഹസ്യമായിട്ടായിരിക്കും അവരെ എല്ലാ മൊഴിയും, യാതൊരു സംശയവുമില്ല. ഹേമ കമ്മിറ്റിയിൽ കൊടുത്ത റിപ്പോർട്ടും ഇനി രണ്ടാമത് ഇവരെ ചോദ്യം ചെയ്യുന്നത് എവിടെ വെച്ച്, ആര്, എങ്ങനെ എന്നത് ഒരു കുട്ടിക്കും അറിയാൻ പാടില്ല. അത് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടിലെ മാൻഡേറ്റ് ആണ്. SIT ചെയ്യുന്നത് നേരെ എതിരാണ്. അവരെന്താ ചെയ്യുന്നത്? FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവരെ പരസ്യമായി വിളിപ്പിക്കാൻ പറ്റില്ല, വീട്ടിൽ പോയി മൊഴിയെടുക്കണം. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിലിമിനറി എൻക്വയറി എന്ന ഒരു നാടകം കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെ അവർ പരസ്യമായി ഈ സ്റ്റേഷനിൽ പോയി ക്യൂ നിന്ന് മൊഴിയെടുത്ത് കൊടുക്കാനൊന്നും ധൈര്യപ്പെടില്ല. അതിനു മുമ്പ് അവരെ വിരട്ടി, അവർക്ക് ഭീഷണിയും. ഹേമ കമ്മിറ്റി മുമ്പിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഹേമ കമ്മിറ്റി ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തുകൂടാ? ആ റിപ്പോർട്ടിൽ പറയാണ്. അപ്പോൾ അവർ പറയാണ്, പോലീസിൽ പരാതി കൊടുത്താൽ ഞങ്ങളുടെ ജീവന് മാത്രമല്ല ഞങ്ങളെ കുടുംബാംഗങ്ങളുടെ ജീവന് പോലും ഭീഷണിയാണ്, അപകടമാണ്. ശ്രീ അസഫ് അലി, എല്ലാവരെയും ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു എന്നുള്ളത് ശരിയല്ല കേട്ടോ ശ്രീ അസഫ് അലി. ഇന്നിപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി, അതന്നെ SIT ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുന്നില്ല, SIT തന്നെ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വീടുകളിൽ പോയിട്ടാണോ മൊഴി റെക്കോർഡാക്കുന്നത്? അല്ലല്ല, ഇന്ന് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ടാണ് അവരിൽ നിന്ന് വിവരങ്ങൾ എടുത്തത്. കാരണം അത് FIR ഉണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് ഈ നിയമം ലംഘിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്ന ഒരു വരട്ട് നാടകം നടത്തി ഈ വിക്ടിംസിനെ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ് സത്യത്തിൽ ഈ പ്രിലിമിനറി എൻക്വയറി നടത്തുന്നത്. SITക്ക് വാട്ട് ഈസ് ദർ ബിസിനസ്? അവര് ലളിതകുമാരി കേസിൽ പറഞ്ഞ വ്യവസ്ഥകൾക്ക് തികച്ചും ഘടകവിരുദ്ധമായി സെക്സ്വൽ അസോൾട്ട് കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് ആരധികാരം നൽകി? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ശരിക്കും ഈ FIR രജിസ്റ്റർ ചെയ്ത സിദ്ദിഖിനെതിരെ കേസ് എന്താണ്? FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, നിയമലംഘനമാണ്, CRPC BNSS വ്യവസ്ഥകൾക്കെതിരാണ്. ഞാൻ പറയുന്നത്, ഒരു കമ്മീഷൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, ഇലക്ട്രോണിക്സ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് ഗവൺമെന്റ് എന്താ പറയുന്നത്? പരാതി. എവിടെ പരാതി കൊടുക്കണോ? ഈ SITയെ കൊടുക്കണം. SIT ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണോ? അല്ല. അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടോ? ഇല്ല. എന്താ പേരിന് അവരിപ്പോൾ സിദ്ദീഖിന്റെ ഒക്കെ ശരിയാണ്. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ SITക്ക് ഏറ്റെടുക്കാം. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേസ് അന്വേഷണമായി. അപ്പോൾ അവർക്ക് ഈ സ്വകാര്യത ലംഘിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത്, ഈ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് എറണാകുളത്ത് നടന്നതാണ്. കൊച്ചി കമ്മീഷണർ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ല? ആ പരാതിയിൽ അക്കമിട്ട് ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു കോപ്പി കൊടുത്തു. അവർ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു സ്ത്രീകൾക്കെതിരെയുള്ള പുറത്തു വന്ന മൊഴികളൊന്നും ഹേമ കമ്മിറ്റിയിൽ വന്ന മൊഴികളല്ല എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. ഈ പുറത്തു വന്ന് വിളിച്ചു പറഞ്ഞവർ കൊടുക്കുന്ന പരാതി അതൊന്നും ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുള്ളതല്ല. അത് അതിന് പുറമേ ഉള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ പുറത്തു വരുന്ന മൊഴി അങ്ങനെ പുറത്തു വരാൻ പാടില്ല. ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസ് അന്വേഷിക്കുന്ന ഏജൻസി ഇതെല്ലാം അതീവ രഹസ്യമായിട്ടാണ്. എവിടെ നിന്ന്? FIR രജിസ്റ്റർ ചെയ്ത ഘട്ടം മുതൽ സുപ്രീം കോടതിയിൽ
SLP എത്തുന്നത് വരെ ഇവരുടെ പേര് കോടതിയിൽ എഴുതി കൊടുക്കുമ്പോൾ വരെ മാസ്ക് ചെയ്യണം. ശരി. അവർ ഐഡന്റിറ്റി തിരിച്ചറിയുന്ന എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ ആ വിവരം വരെ മാസ്ക് ചെയ്ത് ഒരു കവറിലാക്കി, സീൽഡ് കവറിലാക്കി കോടതി കേസ് വിളിക്കുമ്പോൾ കോടതി മാത്രം തുറന്നു. അത്ര രഹസ്യമാണ്. ശരി, ശ്രീ രാജു പി നായർ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ രാജു പി നായർ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം യഥാർത്ഥത്തിൽ ഈ പവർ ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമില്ല, പക്ഷേ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം, അത്രയേ ആവശ്യമുള്ളൂ അല്ലേ? സ്മൃതി, ഇത് തുടക്കം മുതൽ സിനിമയ്ക്കകത്തുള്ള ഈ പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, എന്തടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ഉണ്ടായത്? അതിജീവിതയുടെ കേസ് നമുക്കറിയാം, നടിയെ ആക്രമിക്കപ്പെട്ട കേസ് പോലെ ഉണ്ടായത്. അവിടെ ഒത്തിരിയായി ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ WCC പോലുള്ള ആർജവമുള്ള കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്ന് ആവശ്യപ്പെട്ടതാണ്. ആ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിന് യാതൊരു അധികാരവുമില്ലാത്ത ഒരു കമ്മിറ്റിയാക്കി, അതിന് നിയമപരമല്ലാത്ത വെറുതെ ഒരു കമ്മിറ്റിയാക്കി മാറ്റി. ആ കമ്മിറ്റി കൊണ്ട് റിപ്പോർട്ട് കൊടുത്ത് 4.5 വർഷക്കാലം അത് പൂഴ്ത്തിവെച്ചു. അവസാനം നിരന്തരമായ ഇതിനെ സംബന്ധിച്ച ശ്രമങ്ങൾക്കൊടുവിൽ ഇവർക്ക് പുറത്തു വിടാതെ നിർവാഹമില്ലാതായി. പുറത്തു വിടുമ്പോൾ എന്ത് ചെയ്തു? ഇൻഫർമേഷൻ കമ്മീഷനും പറഞ്ഞതിനേക്കാൾ കൂടുതൽ പേജുകൾ, പാരഗ്രാഫുകൾ വെട്ടിമാറ്റി രക്ഷിക്കാനുള്ളവരെ എല്ലാം രക്ഷിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് അത് പുറത്തേക്ക് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം നടത്താൻ തയ്യാറല്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു SIT ഉണ്ടാക്കി. ആ SITക്ക് എന്താ ഒരു അധികാരവും ഇല്ല. ഇപ്പോൾ ആസിഫ് അലി സാറ് പറഞ്ഞ പോലെ പലപ്പോഴും ഇത് അപ്പോൾ ഉയർന്നു വരുന്ന ജനങ്ങളുടെ സമ്മർദ്ദം, പൊതു സമൂഹത്തിലുണ്ടാകുന്ന സമ്മർദ്ദം, ആ സമ്മർദ്ദത്തെ ഒഴിവാക്കുന്നതിനപ്പുറം ഒരു ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഇതിനകത്തില്ല. ആത്മാർത്ഥതയുടെ കണികയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഉപാധികളില്ലാതെ ഉള്ള അന്വേഷണമാണ് ആവശ്യം. ഈ നാട്ടിൽ ഒരു ബലാത്സംഗ കേസോ ലൈംഗികാതിക്രമ കേസോ രജിസ്റ്റർ ചെയ്താൽ അതിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ നിയമം നിലനിൽക്കുമ്പോൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നുള്ളത് ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുക്കാത്തതെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ SIT തന്നെ ഉണ്ടാക്കിയത്, ഞാനൊരു കാര്യം പറയാം, അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയുള്ളതാണ്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ ഈ സർക്കാരിന് മുഴുവൻ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. രാജു പി നായർ, ഇതിപ്പോൾ ഹേമ കമ്മിറ്റിയുമായി നിങ്ങൾക്ക് ബന്ധമില്ലാന്ന് SITക്ക് കൃത്യമായ നിർദ്ദേശം നൽകി കഴിയുമ്പോൾ പിന്നെ അതെങ്ങനെയാണ് അങ്ങനെ കോടതിയെ കബളിപ്പിക്കാൻ പറ്റുക? അതാണ് കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് നോക്കിയാൽ അതിലുള്ള ആത്മാർത്ഥത ഇല്ലായ്മ നമുക്ക് കാണുമല്ലോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കാരണവശാലും കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പെട്ടെന്ന് എങ്ങനെ SIT ഉണ്ടായി? ഇവർ പരാതി കിട്ടിയതിനു ശേഷമല്ലല്ലോ SIT ഉണ്ടായത്. എന്താ പറയുന്നത്? രാജു പി നായർ, നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം എന്താണ്? വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വെളിപ്പെടുത്തലുകൾ വരുന്നു, പ്രധാനപ്പെട്ട താരങ്ങൾ പ്രതിരോധത്തിലാകുന്നു. ആ ഘട്ടത്തിൽ ചെയ്യേണ്ടി വന്നതാണ്. സ്മൃതി അത് തന്നെയാണ് പറയുന്നത്. പൊതുജന സമ്മർദ്ദം ഉണ്ടായപ്പോൾ അത് തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്കപ്പുറം ഇതിനകത്ത് മറ്റൊരു ആത്മാർത്ഥതയില്ല. ഈ SIT എല്ലാം അല്പസമയത്തോടെ തന്നെ കെട്ടടങ്ങും. ഇവരുടെ മുന്നിൽ വന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം പുറത്തിറങ്ങി സിറ്റിംഗ് നടത്തിയിട്ടാണോ ലൈംഗിക അതിക്രമ കേസെടുക്കുന്നത്? ആസിഫ് അലി സാറ് പറഞ്ഞല്ലോ, ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ കേസെടുക്കണമെന്ന് നിയമം നിലനിൽക്കുമ്പോൾ എന്തിനാണ് പ്രാഥമിക അന്വേഷണം? പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമാണോ മറ്റൊരിടത്തെല്ലാം കേസെടുക്കുന്നത്, ലൈംഗിക അതിക്രമ ഇതിൽ കേസെടുക്കുന്നത്? ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിലെല്ലാം ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ, സഹയാത്രികരെ സംരക്ഷിക്കുക, വാറുണ്യമാരെ സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു നിശ്ചയദാർഢ്യവും മറ്റൊരു ആത്മാർത്ഥതയും ഈ സർക്കാരിനില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഒളിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെന്തായാലും നമ്മുടെ മുന്നിൽ നടക്കുന്ന നടപടികളാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അടുത്ത ഘട്ടത്തിൽ അടുത്ത അതിഥികളിലേക്ക് പോവുകയാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് T. ആസിഫ് അലി, ധന്യ രാജേന്ദ്രൻ, രാജു പി നായർ, M. ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.